ഹായ് കൂട്ടുകാരെ, നമസ്കാരം. 2026 ജൂലൈയിൽ നടക്കുന്ന +2 തുല്യതാ പരീക്ഷയുടെ മലയാളം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സും മെമ്പർഷിപ്പും അവൈലബിൾ ആണ്. അതൊന്നും കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാന്ധാരി വിലാപത്തിൽ നിന്നാണ് കേട്ടോ. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ എന്ന് ഗാന്ധാരി വിലപിക്കുന്നത് ആരോട്? കൃഷ്ണനോടാണ് കേട്ടോ. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തേ എന്ന് വിലപിക്കുന്നത് കൃഷ്ണനോടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കർണൻ പ്രയോഗിച്ച വേലു തറച്ച് കടോൽഗജൻ വീണതെങ്ങനെ? നീലമല പോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപനെന്ന് സംബോധന ചെയ്യുന്നത് ആരെ? അഭിമന്യുവിനെ. അർജുനൻ്റെ മകൻ അഭിമന്യുവിനെയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചു കൊണ്ട് പാഞ്ഞു. ഏതിനെ? ഏതാണ്? പുരപ്പുറത്തിരുന്ന് കരഞ്ഞ നായയുടെ ദീനരോദനത്തെയും വഹിച്ചു കൊണ്ടാണ് പാഞ്ഞത്. ഇപ്പം ഇന്ന് ജൂൺ 30 ഇനി എക്സാമിന് വളരെ തുച്ഛമായ ദിവസമേ ഉള്ളൂ. അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ജൂലൈ 4 മലയാളം എക്സാം വരുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത്യുച്ചത്തിൽ ചേന്നൻ പറയൻ അവരെ കൂകി വിളിച്ചു. ആരെയാണ് ചേന്നൻ പറയൻ കൂകി വിളിക്കുന്നത്? വടക്ക് ദിക്കിലൂടെ കെട്ടുവള്ളത്തിൽ പോയവരെ. തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചേന്നൻ പറയൻ കൂകി വിളിച്ചത് ആരെയാണ്? വടക്ക് ദിക്കിലൂടെ കെട്ടുവള്ളത്തിൽ പോയവരെ. ഇത് 1-2 പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് ONV കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. സ്ത്രീ ത്യാഗിയാണെന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതെല്ലാം? ചന്ദനം പോലെ അരഞ്ഞകിൽ പോൽ പുകഞ്ഞു മന്യർക്കായി സുഗന്ധമാകുവോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെൺകുട്ടി തൻ്റെ പെങ്ങളാണെന്ന് കവിക്ക് തോന്നിയതെന്തുകൊണ്ട്? ആ പെൺകുട്ടിയുടെ ദുഃഖം, രോഷം, നിസ്സഹായത എന്നിവ കവി ഹൃദയത്തിൽ വന്ന് അലയടിക്കുന്നത് കൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഫടികപാത്രം പോൽ പൊട്ടിച്ചിതറിയതെന്താണ്? നിശബ്ദ ദുഃഖം പേറി പടിയിറങ്ങുന്ന പെൺകുട്ടിയുടെ മൗനം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. തൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഖിയെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത്? സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത നരമ്പിനോട്. എന്തിനോടാണ്? സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത നരമ്പിനോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വളയിട്ട കൈകൾ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരെണ്ണം നോക്കാം. ഒപ്പനയിലെ ഗാനങ്ങൾ ഏത് രീതിയിലുള്ളതാണ്? അറബി മലയാളത്തിൽ. ഇത് 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മാർഗം കളിക്ക് അവലംബിക്കുന്ന സംഗീത ശൈലി ഏത്? സെമിറ്റിക് പശ്ചിമേഷ്യൻ സംഗീത ശൈലികൾ. നമ്മുടെ നാടോടി ഗാന ശൈലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ തത്വചിന്തകൻ ആര്? ആൻസർ വരുന്നത് ഹെറാക്ലീറ്റസ്. ആരാണ്? ഹെറാക്ലീറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ? ഡോക്ടർ പറഞ്ഞാൽ നമ്മളത് ചെയ്യണം. ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് ആരാണ്? മാലിനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ ഏവ? പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പത്രങ്ങളാണ് 4ാമത്തെ തൂണായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്രങ്ങളില്ലാത്ത ഗവൺമെൻറ് വേണോ, ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ എന്നായിരിക്കും ഞാൻ മറുപടി നൽകുക. ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആര്? ജെഫേഴ്സൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമൂഹത്തിൽ ബലവും ആയുധവും ഉപകരണവും ആകുന്നതെന്ത്? അറിവ്. എന്താണ്? അറിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കടമനിട്ട രാമകൃഷ്ണൻ എഴുതിയ കോഴി എന്ന ചാപ്റ്ററിൽ നിന്ന് നോക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാറ്റു തിന്നുന്ന വർഗം ഏത്? ഏതാണ് ക്വസ്റ്റ്യൻ? കാറ്റു തിന്നുന്ന വർഗം ഏത്? പാമ്പുവർഗമാണ് കേട്ടോ കാറ്റ് തിന്നുന്ന വർഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടി പത്മനാഭൻ്റെ ജീവൻ്റെ വഴി എന്ന ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മുറിപ്പാടിൽ നീരൊലിച്ചു നിന്നത് ആര്? മുരിങ്ങ മരം. ഏത് മരമാണ്? മുരിങ്ങ മരം.
അടുത്തത് എസ് ജോസഫിൻ്റെ നാടോടികളും വീട്ടുകാരും നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. നാടോടി പയ്യനെ കുളിപ്പിക്കുന്നത് ആര്? മഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആരും പണിയാത്ത വലിയ വീട്ടിൽ കഴിയുന്നത് ആര്? നാടോടികൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി യാത്ര പോകുന്നത് ആരാണ്? വീട്ടുകാർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അവർ എങ്ങോട്ട് പോകുന്നു എന്ന് കവിതയിൽ പരാമർശിക്കുന്നത് ആരെയാണ്? നാടോടി പെൺകുട്ടിയും ചെറുക്കനെയുമാണ്. നെക്സ്റ്റ്, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഉദ്ബോധനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളത് നോക്കാം. ഇത് 1-2 എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ജീവിത പോരിൽ അപജയം സംഭവിച്ചത് ആർക്ക്? സോദരന്. നെക്സ്റ്റ് നോക്കാം. നട്ടെല്ലു വളയ്ക്കാതെ എന്തു ചെയ്യാനാണ് കവി പറയുന്നത്? ധീരനായി മുന്നോട്ട് ചാടി കുതിക്കാൻ. യോദ്ധാവിന് കുറച്ചിൽ സംഭവിക്കുന്നത് എപ്പോൾ? പോർക്കളത്തിൽ. അപ്പോൾ ഞാൻ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായി പഠിച്ച് നല്ലതുപോലെ എക്സാം എഴുതുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലൈക്ക്.